ഇന്നത്തെ ഏറ്റവും പുതിയ ആടുജീവിതം വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നേ ദിവസം ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണല്ലോ പൃഥ്വിരാജ് നായകനെത്തിയ ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം. ഒരു മരുഭൂമി സർവൈവൽ ത്രില്ലർ ഡ്രാമ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയായ ആടുജീവിതം പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തതോടെ ഇനി എല്ലാവരും സിനിമയുടെ ബോക്സ് ഓഫീസിലേക്കാണ് ഉറ്റുനോക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ ബുക്കിംഗ് ട്രെൻഡ് പോലും ഉറപ്പ് നൽകുന്നത് നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമ നേടിയെടുക്കുമെന്ന് തന്നെയാണ്. മലയാളത്തിലെ 6ാമത്തെ 100 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ദി ഗോട്ട് ലൈഫ് മാറും എന്ന് തന്നെയാണ് നിലവിൽ ആദ്യ ദിവസത്തെ സിനിമയുടെ ബുക്കിംഗ് ട്രെൻഡ് അഭിപ്രായങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി സിനിമയുടെ ആദ്യ ദിവസത്തെ തന്നെ കേരള ബോക്സ് ഓഫീസ് നേട്ടത്തിലേക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ 2024 ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന കേരള ഒപ്പം തന്നെ വേൾഡ് വൈഡ് FT കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ദി ഗോട്ട് ലൈഫ് മാറുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടൻ്റെ മലക്കോട്ടെ വാലിബന്റെ ആദ്യ ദിവസത്തെ കേരള 5,85,00,000, വേൾഡ് വൈഡ് 12 കോടി എന്നിങ്ങനെയുള്ള കളക്ഷനാണ് ഗോട്ട് ലൈഫ് മറികടക്കാനായിട്ട് ഒരുങ്ങുന്നത്. പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് മാത്രം 8 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ട സിനിമയാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മലക്കോട്ടെ വാലിബന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 12 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പായിട്ടും സിനിമ മറികടക്കുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. മറികടക്കട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസിൽ മറ്റൊരു വമ്പൻ നേട്ടം കൂടി ഗോട്ട് ലൈഫ് നേടിയെടുക്കുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു. അത് ഒടിയൻ എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് FT റെക്കോർഡ് കളക്ഷനാണ്. ഒരു മലയാളം സിനിമയുടെ ആദ്യ ദിവസത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ അത് ഒടിയൻ എന്ന സിനിമയാണ്. 2018 തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടൻ സിനിമ 7,20,00,000 കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. അത് പൃഥ്വിരാജിന്റെ ആടുജീവിതം മറികടക്കുകയാണെങ്കിൽ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും കൂടുതൽ FT കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ചിത്രത്തിന് മാറാം. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ 6 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പാക്കിയ സിനിമ ഈ പറഞ്ഞ 7,20,00,000 മുകളിലേക്ക് എത്തുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു. ഇന്ന് രാത്രിയോടെ വരുന്ന ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോഴേ അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി നേടിയെടുക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സിനിമയുടെ പൊട്ടൻഷ്യൽ എല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയെല്ലാം തന്നെ ആടുജീവിതത്തിനുണ്ട്. പക്ഷെ ഇതൊരു നോമ്പുകാലമായതുകൊണ്ട് എത്രത്തോളം കളക്ഷൻ എല്ലാം തന്നെ അടുത്ത ആഴ്ചകളിൽ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും സിനിമയുടെ ഇൻഡസ്ട്രി സാധ്യത. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ 89 കോടി കളക്ഷൻ നേടിയെടുത്ത 2018 IH നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇതുപോലൊരു നോമ്പുകാലത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ KGF ചാപ്റ്റർ 2 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 68 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ആടുജീവിതം നോമ്പുകാലമായതുകൊണ്ട് കളക്ഷൻ കുറയുമെന്ന് പൂർണ്ണമായിട്ടും പറയാനായിട്ട് കഴിയില്ല. എന്തായാലും കാത്തിരിക്കൂ ദി ഗോട്ട് ലൈഫിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ അറിയാനായിട്ട്.